പള്ളികൾക്ക് മിനാരം പണിയുകയും ഖുർആൻ ആയത്തുകൾക്ക് ഹർക്കത്തുകളെയും മദ്രസകളും കോളേജുകളും നിർമ്മിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മറ്റു പല ഇപ്പോൾ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ, ഇത്തരം ആഘോഷങ്ങളൊക്കെ നാം സംഘടിപ്പിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങളോ ഹദീസുകളോ ഇല്ല എന്നിരിക്കെ നബിദിനത്തിന് മാത്രം ഇങ്ങനെ തെളിവ് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പള്ളിക്ക് ഒരാൾ ഒരു മുനാരം ഉണ്ടാക്കിയാൽ അത് ലൈലത്തുൽ ഖദറിനെക്കാണ് പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നൊന്നും നമ്മൾ ആരും പറയാറില്ല. ഇവിടെ നബിദിനത്തിനെ കുറിച്ച് പറയാറുള്ളത് ആ റബീഉൽ അവ്വൽ 12-ന് നബിന്റെ ജന്മദിനം ആഘോഷിച്ചാൽ അത് ബലിപെരുന്നാളിനെക്കാണ് വലിയ പെരുന്നാളാണ്, ലൈലത്തുൽ ഖദറിനെക്കാണ് പുണ്യമുള്ള കാര്യമാണെന്നാണ് പറയല്. ഒരാൾ പള്ളി സ്ഥാപിച്ചു, അതിന് മുനാരം വെച്ചില്ല, അതിന്റെ പേരിൽ ഒരാളും ഒരു മുജാഹിദും എന്താ മുനാരം വെക്കാത്തത്, ആ കൂലി നഷ്ടപ്പെടുവല്ലോ എന്ന് ആരും പറയാറില്ല. ഈ മുനാരം എന്നുള്ളത് എന്തിനാന്ന് വെച്ചാൽ വലിയ ടൗണുകളിലൂടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ അവർ പള്ളി തെരഞ്ഞു പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. മനുഷ്യൻ അകത്തേക്ക് കയറാൻ ഒരു ഡോർ വെച്ചാൽ അതിലേക്ക് കയറാം, ദൂരെ നിന്ന് ഒരു മുനാരം കണ്ടാൽ അവിടെ പള്ളി ഉണ്ട് എന്ന് മനസ്സിലാകാം, അത്രേ അതുകൊണ്ട് കാണുന്നുള്ളൂ. അതേപോലെ തന്നെ മദ്രസകളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ നമ്മൾ കാണാറുണ്ട്. മുസാഹഫിലൊക്കെ ഹർക്കത്ത് പുള്ളിയൊന്നും സഹാബാക്കൾ നബി ഇട്ട് കൊടുത്താലല്ലോ, അതിനൊന്നും ഹദീസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അത് ഇസ്ലാമിനെ കുറിച്ചും സലഫുസാലികളെ കുറിച്ചുമുള്ള വിവരക്കുറവ് കൊണ്ടാണ്. മുസാഹഫിലുള്ള ഹർക്കത്ത് അത് താബീകളുടെ ഇജ്മാഅാണ്. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയും അതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെയും ഒക്കെ ജീവിച്ച ഹിജറ 69 മരണപ്പെട്ട മഹാനായ അബു അസ്വദ് ദുവലി റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് ഈ സംരംഭം ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. മഹാനവറുകൾ ഇത് കൊണ്ടുവന്നപ്പോൾ അക്കാലത്തുള്ള ഒറ്റ പണ്ഡിതന്മാരും അതിനെ എതിർത്തിട്ടില്ല. നമുക്ക് കാണാൻ കഴിയും, മഹാനായ ഇബ്നുൽ അംബാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈലാഹുൽ വഖ്ഫി വൽ ഇബ്തിദാ എന്ന് പറഞ്ഞ് ഖുർആനിക പാരായണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. മഹാനായ ആസിം ബിൻ അബിൻ നജൂദ് റളിയല്ലാഹു അൻഹു പറയാൻ, അവ്വലു മൻ വളഅ നഹ്വ അബുൽ അസ്വദ് ദുവലി, ഹറക്കൽ കൊണ്ടുവന്നത് അബുൽ അസ്വദ് ദുവലിയാണ് നഹ്വ് കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹം ബസറയിൽ സിയാദിന്റെ അടുക്കൽ ചെന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹർക്കത്തൊക്കെ ഒന്ന് ഇടാനുള്ള പരിപാടിയിലാണ്, ഇന്നി അറൽ അറബ ഖദ് ഖാലതത് ഹാദിഹിൽ അആജിം വതഗയ്യറത് അൽസിനതും. ആളുകൾ വായിക്കുന്നിടത്തും പറഞ്ഞിടത്തൊക്കെ മിസ്റ്റേക്ക് വരികയാണ്, നമുക്ക് ഹർക്കത്തൊക്കെ ഒന്ന് ഇടാനുള്ള പരിപാടിയാണ് ഇരിക്കുക. അപ്പോ സിയാദ് എന്ന് പറഞ്ഞു, അത് അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു അതിന്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വേറൊരാൾ സിയാദിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അസ്ലഹല്ലാഹുൽ അമീറ തൂഫിയ അബാന വ തറക ബനൂന എന്ന് തെറ്റിച്ച് പറഞ്ഞു ഒരാൾ. സിയാദിന്റെ അടുക്ക വന്നിട്ട് ഒരാൾ സംസാരിക്കുകയാണ്, തൂഫിയ അബാന, അബൂന എന്നാണ് വായിക്കേണ്ടത്, പക്ഷെ അബാന എന്ന് വായിച്ചാൽ. അതുപോലെ വ തറക ബനൂ കൊണ്ട് തെറ്റിച്ചപ്പോ സിയാദിനോട് അത് പറയണ, അയാൾ ആദരിച്ചുകൊണ്ട് പറയാണ് തൂഫിയ അബാന, തെറ്റിച്ച് പറഞ്ഞു. അപ്പൊ ഈ സിയാദ് വിളിച്ചിട്ട് അബുൽ അസ്വദ് ദുവലിയെ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലോ, ഇനി അത് വെച്ചുകൊടുക്കുക, ആളുകൾ ആകെ കുഴപ്പത്തിലായിട്ടുണ്ട്. ഈ സംഭവത്തെ അക്കാലത്തുള്ള താബിഈകളായ പണ്ഡിതന്മാർ ഒട്ടാകെയും അംഗീകരിച്ചാൽ, അപ്പൊ പണ്ഡിത ലോകത്തിന്റെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായം ഇസ്ലാമിന്റെ 3-ാം പ്രമാണമാണ്. മുജ്തഹിദുകളെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായം. ഇതിന്റെ പേരിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല, അത് പണ്ഡിത ലോകം അംഗീകരിച്ച കാര്യമാണെന്ന് നാം മനസ്സിലാക്കി. പിന്നെ നമ്മൾ കാണേണ്ടത്, പള്ളിക്ക് മുനാരം ഉണ്ടാക്കുന്നു, മദ്രസ ഉണ്ടാക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇതും ഈ പറഞ്ഞ കാര്യവും നബിദിനവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് അത് താരതമ്യ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്ക് ലംഘനമാണ്. അതായത് ഇവിടെ നബിദിനം എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പറയുകയുണ്ടായി, ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള രാത്രി എന്ന് പറയുന്ന ഒരാചാരമാണ് നബിദിനം. ആ നബിദിനത്തോട് തുലനം ചെയ്യുന്നത് എന്തിനെയാണ്? മുനാര ഉണ്ടാക്കുന്നതിനെയാണ്.
മുനാരത്തെ നമ്മൾ എന്താ കാണുന്നത്? അത് മനുഷ്യന്മാർക്ക് പള്ളി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു അടയാളം മാത്രമേ ഉള്ളൂ. അത് വെച്ചില്ലെങ്കിൽ വലിയൊരു ബോർഡ് പള്ളി എന്ന് എഴുതി വെച്ച ആൾക്കാർക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പള്ളി എന്നാണ് എഴുതി വെക്കും, അത്രയും കാശ് കുറഞ്ഞിട്ടും. ആ ഒരു മൈൻഡിലാണ് നമ്മൾ മുനാരത്തെ കാണുന്നത്. അതേ സ്ഥാനത്ത് നബിദിനത്തെ കാണുന്നത് വലിയ പുണ്യമുള്ള കാര്യം എന്നാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ മുനാരത്തിനോട് നബിദിനത്തിനെ ഖിയാസാക്കി എന്നുള്ളതാണ്. ഖിയാസ് പള്ളി ദർസിൽ കിതാബ് പഠിച്ച മുസ്ലിംമാർക്കൊക്കെ അറിയാം. ജമ്മുൽ ജവാമിയിൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് തുലനം ചെയ്യുമ്പോൾ ആ തുലനം ചെയ്യുന്നതിനെ പറ്റി എന്താ പറയുന്നത്? ഹംലു മഅലൂമിൻ അലാ മഅലൂമിൻ ലി മുസാബാത്തിഹി ഫി ഇല്ലത്തി ഹുക്മിഹി എന്നാണ്. ഒരു കാര്യം മറ്റൊരു കാര്യത്തോട് തുലനം ചെയ്യുന്നത് രണ്ടിലെയും കാരണങ്ങൾ സമമാകുമ്പോഴാണെന്നാണ്. മുനാരുണ്ടാക്കുമ്പോൾ അവിടെ ലൈലത്തുൽ ഖദറിനെ കാണാൻ പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ മുനാരം ഉണ്ടാക്കുന്നത് ബിദ്അത്ത് തന്നെ. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ബിദ്അത്തിന്റെ നിർവചനം എന്താണ്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും, ഇമാം ഷാത്തബി പോലെയുള്ള പണ്ഡിതന്മാർ അവിടുത്തെ എത്തിസാമിൽ പഠിപ്പിക്കുന്ന എന്താ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖത്തും ഫിദ്ദീനി മുഖ്തറഅത്തുൻ തുലാഹി ശറയ്യ, ശരീഅത്തിന്റെ നിയമത്തോട് സാമ്യത തോന്നുന്ന, നല്ലതാണെന്ന് ആളുകൾക്ക് തോന്നുന്ന പുതിയ നിർമ്മിതമായ മാർഗം സ്വീകരിക്കലാണ്. യുഖ്സദു ബിസ്സലൂക്കി അലൈഹ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാന. ആ ബിദ്അത്തിലേക്ക് കടക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് നല്ലോണം നന്നാവാനും വലിയ ഇബാദത്താവണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള പണിയാണത്. എന്നാൽ മുനാരം കെട്ടുമ്പോഴോ മദ്രസ ഉണ്ടാക്കുമ്പോഴോ അങ്ങനത്തെ ഒന്നും ഒരു പരിപാടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇമാം അദവി അവിടുത്തെ ഉസൂൽ ഫിൽ ബിദഅ വസ്സുനനിൽ പറഞ്ഞ നിർവചനം, അൽ ബിദ്അതു മാ ഉഹദിത അലാ ഖിലാഫിൽ ഹഖിൽ മുൽതഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിൽ നിന്ന് ലഭ്യമായ ആ ആശയമുണ്ടല്ലോ, ആ ആശയത്തിന് എതിരായി നബിയിൽ നിന്ന് ലഭ്യമാവാത്ത പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതാണ്. എങ്ങനെയൊക്കെയാണത്? ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അമലിന്റെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയുടെ, അതായത് ഒരു നല്ലൊരു ഇബാദത്ത്, അല്ലെങ്കിൽ നല്ലൊരു അറിവാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ്. പക്ഷേ നബിയിൽ നിന്ന് ലഭ്യമായതല്ല ഈ രൂപത്തിലുള്ള പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയത്തിൽപ്പെട്ടതാണ്. ഒരു പള്ളി എവിടെയാണെന്ന് ആളുകൾക്ക് തിരിയാതിരിക്കുന്ന സമയത്ത് പള്ളി ആളുകൾക്ക് അറിയിക്കേണ്ടതുണ്ട് എന്ന ആശയം നബിയിൽ നിന്ന് വന്നത് തന്നെയാണ്. അതുപോലെ ഇൽമു പഠിക്കേണ്ട ആളുകൾക്ക് അതിന് സൗകര്യം ചെയ്ത് കൊടുക്കണം എന്ന ആശയം നബിയിൽ നിന്ന് വന്നത് തന്നെയാണ്. പക്ഷേ നബിന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12 ലൈലത്തുൽ ഖദറിനെ കാണാൻ പുണ്യമാണ് എന്നുള്ളത് ആകാശത്തിന്റെ ചോട്ടിലും ഭൂമിയുടെ മുകളിലും വെളുത്ത കടലാസിൽ വലത്തും നടത്തോട്ട് എഴുതിയ ഒറ്റ കിതാബിലും 4 ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വരി പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.